നമസ്കാരം. ടോണോഫെറോൺ പെയ്ഡ് സിറപ്പ് ശരീരത്തിലെ ചില പോഷകാഹാരക്കുറവുകൾ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പോഷക സപ്ലിമെന്റാണ്. ഇത് കുട്ടികൾക്കുള്ള മെഡിസിനാണ്. ശരീരത്തിന്റെ ശരിയായ വളർച്ചയും പ്രവർത്തനവും ഉറപ്പാക്കുകയും പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഈസ്റ്റ് ഇന്ത്യ ഫാർമസ്യൂട്ടിക്കൽസ് വർക്ക്സ് ലിമിറ്റഡ് ആണ് ഇന്ത്യയിൽ ഇത് നിർമ്മിച്ച് വിതരണം ചെയ്യുന്നത്. എന്താണ് ടോണോഫെറോൺ പെയ്ഡ് സിറപ്പ്? ഇരുമ്പിന്റെ കുറവ് മൂലമുണ്ടാകുന്ന അനീമിയ, വൈറ്റമിൻ B12, ഫോളേറ്റ് എന്നിവയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന മാക്രോസൈറ്റിക് അനീമിയ, ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മറ്റ് അവസ്ഥകളും ചികിത്സിക്കുന്നതിനും തടയുന്നതിനും സഹായിക്കുന്ന ഒരു സപ്ലിമെന്റാണ് ടോണോഫെറോൺ പെയ്ഡ് സിറപ്പ്. കുട്ടികളിൽ ഹീമോഗ്ലോബിന്റെ അളവും മൊത്തത്തിലുള്ള ആരോഗ്യവും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന മറ്റു വൈറ്റമിനുകളും ധാതുക്കളും അയണും ഇതിലടങ്ങിയിരിക്കുന്നു. അയണിനോടൊപ്പം ഫോളിക് ആസിഡ്, വൈറ്റമിൻ B12 എന്നിവയുടെ ഒരു കോമ്പിനേഷനാണിത്. ഇത് വിവിധ ശാരീരിക പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. പ്രത്യേകിച്ച് ചുവന്ന രക്താണുക്കളുടെ ഉത്പാദനത്തിലും മൊത്തത്തിലുള്ള വളർച്ചയിലും വികാസത്തിലും. ഇതിന്റെ ചില പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും അനീമിയയുടെ ചികിത്സയ്ക്ക് ഇത് ഉപയോഗിക്കുന്നു. ഓക്സിജൻ ശരീരത്തിലെത്തിക്കുന്ന ചുവന്ന രക്താണുക്കളിലെ പ്രോട്ടീനായ ഹീമോഗ്ലോബിന്റെ പ്രധാന ഘടകമാണ് അയൺ. ശരീരത്തിൽ ഇരുമ്പിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും ടോണോഫെറോൺ സിറപ്പ് സഹായിക്കുന്നു. ശരീരത്തിനാവശ്യമായ ചുവന്ന രക്താണുക്കളില്ലാത്ത അവസ്ഥയാണ് അനീമിയ. പൊട്ടിയ നഖങ്ങൾ, എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തലകറക്കം, വിളറിയ നിറമുള്ള സ്കിൻ, വായിൽ അൾസർ, നാക്ക് വീർത്തുവരികയോ വ്രണങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുക, ഇവയൊക്കെ അനീമിയയുടെ ലക്ഷണങ്ങളാണ്. ശരീരത്തിൽ സാധാരണ ഉണ്ടാകേണ്ടതിനേക്കാൾ ചുവന്ന രക്താണുക്കൾ കുറവായിരിക്കുമ്പോൾ ബ്ലഡ് സ്ട്രീമിൽ സാധാരണയിലും വലിയ ചുവന്ന രക്താണുക്കൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് മാക്രോസൈറ്റിക് അനീമിയ. ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിനുകളും ധാതുക്കളും അസ്ഥികൾ, ടിഷ്യൂകൾ, അവയവങ്ങൾ എന്നിവയുടെ രൂപീകരണത്തിന് അത്യാവശ്യമാണ്. ഇതിലെ പോഷകങ്ങൾ അണുബാധകളെ തടയുന്നതിന് ആരോഗ്യകരമായ പ്രതിരോധ പ്രതികരണങ്ങൾ നൽകുന്നു. അനീമിയ ചികിത്സിക്കുന്നതോടൊപ്പം ആരോഗ്യകരമായ ഭക്ഷണക്രമം നിലനിർത്താൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കും ഈ മെഡിസിൻ ഫലപ്രദമാണ്. വൈറ്റമിൻ C അടങ്ങിയ ഭക്ഷണങ്ങളോടോ ജ്യൂസുകളോടോ ഒപ്പം ഈ മെഡിസിൻ കഴിക്കുന്നത് അയണിന്റെ ആഗിരണത്തെ കൂട്ടുന്നു. എന്തുകൊണ്ടാണിത്? അയണിന്റെ ഓക്സിഡേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്ന ശക്തമായ ആന്റി ഓക്സിഡന്റായി വൈറ്റമിൻ C പ്രവർത്തിക്കുന്നു. ഇത് ശരീരത്തിന് എളുപ്പത്തിൽ അയൺ ആഗിരണം ചെയ്യുന്നതിന് സഹായിക്കുന്നു. വൈറ്റമിൻ സിയോടൊപ്പം കഴിക്കുന്നത് മൂലം ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഇരുമ്പിന്റെ അളവും വർദ്ധിക്കുന്നു. ഓറഞ്ച്, മുന്തിരി, നാരങ്ങ, സ്ട്രോബെറി, കിവി, പപ്പായ, ചീര, തക്കാളി എന്നിവയിൽ വൈറ്റമിൻ C ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഈ മെഡിസിനിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റുകളെക്കുറിച്ച് നോക്കാം. ഫെറസ് അയൺ, ഫോളിക് ആസിഡ്, വൈറ്റമിൻ B12 അഥവാ സയനോകോബാലമിൻ എന്നിവയാണ് ഇതിലടങ്ങിയിരിക്കുന്നത്. ഫെറസ് അയൺ ചുവന്ന രക്താണുക്കളിൽ ഹീമോഗ്ലോബിൻ രൂപപ്പെടുന്നതിനാവശ്യമായ അയൺ നൽകുന്നു. ഇതിലെ അയൺ ഫെറസ് ബിസ്ഗ്ലൈസിനേറ്റിന്റെ രൂപത്തിലാണ് നൽകുന്നത്, അതായത് ഇരുമ്പ് അമിനോ ആസിഡുകളുമായി ബന്ധിപ്പിച്ച ഗ്ലൈസിനുകളായി. ഫെറസ് ബിസ്ഗ്ലൈസിനേറ്റിന് ഉയർന്ന ജൈവ ലഭ്യതയാണുള്ളത്, അതായത് ഫെറസ് സൾഫേറ്റ് പോലുള്ള ഇരുമ്പിന്റെ മറ്റു രൂപങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് കുടലിൽ കൂടുതൽ എളുപ്പത്തിൽ ആഗിരണം ചെയ്യപ്പെടുന്നു. ഇതിനെ മറ്റു അയൺ സപ്ലിമെന്റുകൾക്കൊപ്പം താരതമ്യം ചെയ്യുമ്പോൾ ഓക്കാനം, കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ വയറുവേദന തുടങ്ങിയ ദഹനനാളത്തിന്റെ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കുറവാണ്. ഇരുമ്പിന്റെ മറ്റു ചില രൂപങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഭക്ഷണത്തിന് ശേഷമാണ് കഴിക്കുന്നതെങ്കിൽ ഫെറസ് ബിസ്ഗ്ലൈസിനേറ്റ് ആഗിരണം ചെയ്യുന്നത് കുറവായിരിക്കും. അയൺ സപ്ലിമെന്റുകൾ നൽകുന്നത് വിശപ്പുണ്ടാകുന്നതിനും ആരോഗ്യകരമായ വളർച്ചയ്ക്കും സഹായിക്കുന്നു. ഭക്ഷണത്തിൽ 2 തരം അയണുണ്ട്, ഹീം അയണും നോൺ ഹീം അയണും. മാംസം, മത്സ്യം, കോഴിയിറച്ചി എന്നിവയിൽ ഹീം അയൺ കാണപ്പെടുന്നു. ശരീരം ഏറ്റവും എളുപ്പത്തിൽ ആഗിരണം ചെയ്യുന്ന അയണിന്റെ രൂപമാണിത്. മാംസാഹാരം കഴിക്കുമ്പോൾ നോൺ ഹീം അയൺ കഴിക്കുമ്പോഴുള്ളതിനേക്കാൾ അയണിന്റെ അളവ് വർദ്ധിക്കുന്നു. പഴങ്ങൾ, പച്ചക്കറികൾ, നട്ട്സ് തുടങ്ങിയ സസ്യാഹാരങ്ങളിൽ നോൺ ഹീം അയൺ കാണപ്പെടുന്നു. ഇതടങ്ങിയ ഭക്ഷണങ്ങൾ പോഷക സമൃദ്ധവും സമീകൃതവുമായ ഭക്ഷണത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. എന്നാൽ ഇവയിൽ അടങ്ങിയിരിക്കുന്ന ഇരുമ്പ് പൂർണ്ണമായും ആഗിരണം ചെയ്യപ്പെടില്ല. ഹീം അയൺ കൂടുതലുള്ള ഭക്ഷണങ്ങൾക്കൊപ്പം നോൺ ഹീം അയൺ അടങ്ങിയവ കഴിക്കുമ്പോൾ ശരീരം അയൺ പൂർണ്ണമായും ആഗിരണം ചെയ്യുന്നു. നോൺ ഹീം അയൺ അടങ്ങിയ ഭക്ഷണങ്ങൾക്കൊപ്പം വൈറ്റമിൻ C കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് അയൺ കൂടുതലായി ആഗിരണം ചെയ്യുന്നതിന് സഹായിക്കുന്നു. ഉദാഹരണത്തിന് തക്കാളി, സിട്രസ് പഴങ്ങൾ പോലുള്ളവ. ഫോളിക് ആസിഡ് അഥവാ വൈറ്റമിൻ B9 ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനത്തെ സപ്പോർട്ട് ചെയ്യുകയും കുട്ടികളുടെ തലച്ചോറിന്റെ ശരിയായ വികാസത്തിനും ന്യൂറൽ ട്യൂബ് വൈകല്യങ്ങൾ ചികിത്സിക്കുന്നതിനും അത്യാവശ്യമാണ്.
പ്രത്യേകിച്ച് ഗർഭകാലത്ത്. ഫോളേറ്റിന്റെ ഒരു സിന്തറ്റിക് രൂപമാണ് ഫോളിക് ആസിഡ്, അതായത് വൈറ്റമിൻ B9. നിരവധി ശാരീരിക പ്രവർത്തനങ്ങൾക്ക്, പ്രത്യേകിച്ച് പുതിയ കോശങ്ങളുടെ ഉൽപ്പാദനത്തിലും സംരക്ഷണത്തിലും ഇത് ആവശ്യമാണ്. ഫോളിക് ആസിഡിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? കോശങ്ങളിലെ ജനിതക വസ്തുവായ DNA, RNA എന്നിവയുടെ സിന്തസിസിൽ ഫോളിക് ആസിഡ് പ്രധാന പങ്ക് വഹിക്കുന്നു. ഇത് കോശവിഭജനത്തിനും വളർച്ചയ്ക്കും അത്യന്താപേക്ഷിതമാണ്. ശരീരത്തിൽ ഓക്സിജൻ എത്തിക്കുന്ന ആരോഗ്യകരമായ ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനത്തിന് ഫോളിക് ആസിഡ് ആവശ്യമാണ്. ഇതിൻ്റെ കുറവ് മെഗലോബ്ലാസ്റ്റിക് അനീമിയയ്ക്ക് കാരണമാകും. സാധാരണയിൽ കൂടുതൽ വലിപ്പമുള്ളതും വളർച്ച എത്താത്തതുമായ ചുവന്ന രക്താണുക്കൾ ഉണ്ടാകുന്ന അവസ്ഥയാണിത്. ഹൃദ്രോഗത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഹോമോസിസ്റ്റീൻ എന്ന അമിനോ ആസിഡ് ഇല്ലാതാക്കുന്നതിന് ഫോളിക് ആസിഡ് സഹായിക്കുന്നു. മൾട്ടി വിറ്റാമിനുകളിലും പ്രത്യേക ഫോളിക് ആസിഡ് സപ്ലിമെന്റുകളിലും ഫോളിക് ആസിഡ് സാധാരണയായി കാണപ്പെടുന്നു. ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, സിട്രസ് ഫ്രൂട്ട്സ് എന്നിവയിൽ നാച്ചുറൽ ഫോളേറ്റ് അടങ്ങിയിട്ടുണ്ട്. കുട്ടികൾക്ക് ഫോളിക് ആസിഡ് പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട്? ഗർഭാവസ്ഥയിലും വേഗത്തിൽ വളരുന്ന കാലഘട്ടമായ കുട്ടിക്കാലത്തും ഇത് വളരെ പ്രധാനമാണ്. പ്രഗ്നൻസിയുടെ തുടക്കത്തിലും അതിനു മുൻപും ആവശ്യമായ അളവിൽ ഫോളിക് ആസിഡ് കഴിക്കുന്നത് ന്യൂബോൺ ബേബീസിൽ സ്പൈന ബൈഫിഡ പോലുള്ള ന്യൂറൽ ട്യൂബ് വൈകല്യങ്ങൾ തടയുന്നു. ഫോളിക് ആസിഡ് തലച്ചോറിന്റെ വികാസത്തിന് അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ. വൈറ്റമിൻ B12 സയനോകോബാലമിൻ എന്നും അറിയപ്പെടുന്നു. ഇത് വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിനാണ്. ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനത്തിലും നാഡീപ്രവർത്തനത്തിന്റെ സംരക്ഷണത്തിലും നിർണായക പങ്ക് വഹിക്കുന്നു. വൈറ്റമിൻ B12ന്റെ കുറവ് വിളർച്ചയ്ക്കും ഞരമ്പുകളുടെ തകരാറിനും കാരണമാകാം. ഇത് മരവിപ്പ്, വീക്ക്നെസ്, നടക്കാൻ ബുദ്ധിമുട്ട് എന്നിവയുണ്ടാക്കാം. കോശങ്ങളുടെ വളർച്ചയ്ക്കും വികാസത്തിനുമുള്ള നിർദ്ദേശങ്ങൾ നൽകുന്ന ജനിതക വസ്തുവായ DNA സിന്തസിസിൽ ഇത് പ്രധാന പങ്ക് വഹിക്കുന്നു. ടോണോഫെറോൺ പെയ്ഡ് സിറപ്പിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ. ഈ മെഡിസിൻ കഴിക്കുന്നതിന് 2 മണിക്കൂർ മുൻപോ ശേഷമോ ആന്റാസിഡുകൾ കഴിക്കുന്നത് ഒഴിവാക്കുക. കാരണം അവ മെഡിസിന്റെ ആഗിരണം തടസ്സപ്പെടുത്തുന്നു. ആന്റിബയോട്ടിക്കുകൾ, ആന്റാസിഡുകൾ, ഹൃദ്രോഗത്തിനുള്ള മരുന്നുകൾ എന്നിവ കഴിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറെ വിവരം അറിയിക്കുക. ഈ മെഡിസിന്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്? കോൺസ്റ്റിപ്പേഷൻ, വയറിളക്കം, വയറുവേദന എന്നീ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ചിലർക്ക് വായിൽ മെറ്റലിന്റെ രുചി അനുഭവപ്പെടാം. അപൂർവമായി അലർജി റിയാക്ഷൻസ് ആയ വീക്കം, ശ്വസിക്കാൻ ബുദ്ധിമുട്ട്, വേഗത്തിലുള്ള ഹൃദയമിടിപ്പ് എന്നിവയുണ്ടാകുന്നു. അയണിന്റെ പ്രസൻസ് ചിലപ്പോൾ ഓക്കാനം, ഛർദി എന്നിവയുണ്ടാക്കുന്നു, പ്രത്യേകിച്ച് ഒഴിഞ്ഞ വയറ്റിൽ കഴിക്കുമ്പോൾ. അയൺ സപ്ലിമെന്റുകൾ കഴിക്കുമ്പോൾ സ്റ്റൂൾ ഇരുണ്ടതോ കറുത്തതോ ആയ നിറത്തിൽ ചിലപ്പോൾ കാണപ്പെടാറുണ്ട്. സാധാരണ രീതിയിൽ ഇത് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാറില്ലെങ്കിലും അധികമായി ഉണ്ടാവുകയാണെങ്കിൽ സൂക്ഷിക്കേണ്ടതാണ്. ഇത്തരം സിറപ്പുകൾ ചിലപ്പോൾ പല്ലിൽ താൽക്കാലികമായി നിറവ്യത്യാസമുണ്ടാക്കാം, പ്രത്യേകിച്ച് ശരിയായ രീതിയിലോ നേർപ്പിച്ചോ ഉപയോഗിക്കാതിരുന്നാൽ. മെഡിസിൻ കഴിച്ചയുടനെ പല്ല് ക്ലീൻ ചെയ്യുകയോ വെള്ളത്തിലോ ജ്യൂസിലോ കലർത്തി ഉപയോഗിക്കുകയോ ചെയ്താൽ ഇത് കുറയ്ക്കാൻ കഴിയും. ഡോക്ടർ നിർദ്ദേശിക്കുന്ന അളവിലും കാലാവധിയിലും മരുന്ന് കഴിക്കുക. മെഡിസിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. ഇത് ഭക്ഷണത്തോടൊപ്പമോ അല്ലാതെയോ കഴിക്കാം, എന്നാൽ ഒരു നിശ്ചിത സമയത്ത് കഴിക്കുന്നതാണ് നല്ലത്. മെഡിസിന്റെ ഏതെങ്കിലും ഡോസ് നഷ്ടമായാൽ ഉടൻ തന്നെ അത് കഴിക്കുക. എന്നാൽ അടുത്ത ഡോസിനുള്ള സമയമായാൽ ആ സമയത്തേക്കുള്ളത് മാത്രം കഴിക്കുക. അധികമായി മെഡിസിൻ കഴിക്കരുത്. ചുവന്ന രക്താണുക്കളുടെ രൂപീകരണം, ഇരുമ്പ് ആഗിരണം ചെയ്യുക, രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുക, പോഷകാഹാരക്കുറവുള്ള രോഗികളിൽ മെറ്റബോളിസം മെച്ചപ്പെടുത്തുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ ശരീരത്തെ സഹായിക്കുന്ന പോഷക സപ്ലിമെന്റുകൾ ടോണോഫെറോൺ പെയ്ഡ് സിറപ്പിൽ അടങ്ങിയിരിക്കുന്നു. വിളർച്ച, ഹൃദയപ്രശ്നങ്ങൾ, അസ്ഥിക്ഷതം, പോഷകാഹാരക്കുറവ് തുടങ്ങിയ വിവിധ അവസ്ഥകൾ പരിഹരിക്കാൻ ഇത് സാധാരണയായി മറ്റു മരുന്നുകളോടൊപ്പം നിർദ്ദേശിക്കപ്പെടുന്നു. ഈ മെഡിസിനിലെ ഏതെങ്കിലും കണ്ടന്റുകളോട് അലർജി ഉണ്ടെങ്കിൽ മെഡിസിൻ ഉപയോഗിക്കാതിരിക്കുക. ഡോക്ടർ പറയുന്ന കാലയളവ് വരെ മെഡിസിൻ കഴിക്കേണ്ടതാണ്. ഡോക്ടറുടെ അനുവാദമില്ലാതെ മെഡിസിൻ നിർത്താൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നത് രോഗലക്ഷണങ്ങൾ തിരികെ വരുന്നതിന് കാരണമാകും. മദ്യം അയണിന്റെ ആഗിരണത്തെ ബാധിച്ചേക്കാം. അതിനാൽ മെഡിസിൻ കഴിക്കുമ്പോൾ മദ്യം ഒഴിവാക്കുക. എന്തുകൊണ്ടാണ് ഫോളേറ്റ്, വൈറ്റമിൻ B12 എന്നിവയുടെ കുറവുണ്ടാകുന്നത്? ഒരു വ്യക്തി ശരിയായ ഭക്ഷണക്രമം സ്വീകരിക്കാതെ ഇരിക്കുമ്പോൾ ഫോളേറ്റ്, വൈറ്റമിൻ B12 എന്നിവയുടെ കുറവുണ്ടാകുന്നു. മോശം ആഗിരണം കാരണം പ്രായമായവരിൽ വൈറ്റമിൻ B12ന്റെ കുറവ് സംഭവിക്കുന്നു. ഈ മെഡിസിൻ കഴിക്കുമ്പോൾ ഒഴിവാക്കേണ്ട ഭക്ഷണപാനീയങ്ങൾ എന്തൊക്കെയാണ്?
ചായ, കാപ്പി, പാലുൽപ്പന്നങ്ങൾ, മുട്ട, സോയാബീൻ ഉൽപ്പന്നങ്ങൾ എന്നിവ ഇതിൻ്റെ ആഗിരണത്തെ ബാധിച്ചേക്കാം. അതിനാൽ ഈ മരുന്ന് കഴിച്ച് 2 മണിക്കൂറിനുള്ളിൽ ഇവ കഴിക്കുന്നത് ഒഴിവാക്കുക. ഇത് ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാൻ കാരണമാകുന്നു. എന്നാൽ എല്ലാവരിലും ഇത് അനുഭവപ്പെടാറില്ല. പച്ചക്കറികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ എന്നിവ പോലെ നാരുകൾ കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതും ധാരാളം വെള്ളം കുടിക്കുന്നതും ഈ അവസ്ഥ ഒഴിവാക്കാൻ സഹായിക്കും. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ ഉപയോഗിക്കുക. ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.